വെൽക്കം ബാക്ക്. ഷാൽ, ഷുഡ്, ഷുഡ് ഹാവ് ഇവ മൂന്നും എങ്ങനെ ശരിയായി യൂസ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണൂ, ഡൗട്ട്സ് എല്ലാം മാറിക്കിട്ടും. അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ ലെസൻ്റെയും അവസാനം ഒരു ഷോർട്ട് ക്വിസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഷാൽ, ഷുഡ് ഇവ രണ്ടും മോഡൽ വേർബ്സ് ആണ്. അപ്പോൾ മോഡൽ വേർബ്സിനെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മോഡൽ വേർബ്സ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വരുന്ന വേർബിൻ്റെ ബേസ് ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഉദാഹരണത്തിന് ഷാൽ അല്ലെങ്കിൽ ഷുഡിൻ്റെ കൂടെ നമ്മളെപ്പോഴും വർക്ക് അല്ലെങ്കിൽ പ്ലേ, ഈറ്റ് എന്നൊക്കെ ആയിരിക്കും പറയുക. ഒരിക്കലും നമ്മൾ ഷാൽ വർക്ക്സ് എന്നോ അല്ലെങ്കിൽ ഷുഡ് പ്ലേഡ് എന്നോ പ്ലേയിങ് എന്നോ ഒന്നും പറയില്ല. അതുപോലെ തന്നെ ഷാൽ അല്ലെങ്കിൽ ഷുഡ് കഴിഞ്ഞിട്ട് നമ്മൾ ടു പ്ലേ എന്നും പറയില്ല കേട്ടോ. ആ ടു പോലും ഇല്ലാത്ത ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. ഷാൽ എന്നതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഷുഡ്. നമ്മൾ ഒരുപക്ഷെ ഷാലിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്യാറുള്ളതും ഷുഡ് തന്നെയാണ്. അപ്പോൾ ഷുഡിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഷുഡ് നമ്മൾ ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം പറയാനൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണം എന്നിരിക്കട്ടെ, നിങ്ങൾ ഡോക്ടറെ കാണണം. അപ്പോൾ അവിടെ നമുക്ക് പറയാം യു ഷുഡ് സീ ദ ഡോക്ടർ. യു ഷുഡ് സീ ദ ഡോക്ടർ. മറ്റൊന്ന്, അവൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഹി ഷുഡ് ഫോക്കസ് മോർ ഓൺ സ്റ്റഡീസ്. ഹി ഷുഡ് ഫോക്കസ് മോർ ഓൺ സ്റ്റഡീസ്. ഇവിടെ രണ്ട് എക്സാമ്പിൾസിലും കണ്ടല്ലോ, ഷുഡ് കഴിഞ്ഞ് വന്നത് വേർബിൻ്റെ ബേസ് ഫോമാണ്. ഷുഡ് സീ, ഷുഡ് ഫോക്കസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ ഷുഡ് ചേർത്ത് ഉപദേശം അല്ലെങ്കിൽ അഭിപ്രായം ഒക്കെ പറയുമ്പോൾ പലപ്പോഴും പ്ലെയിൻ ആയിട്ടായിരിക്കില്ല പറയുന്നത്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയില്ലേ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡോക്ടറെ കാണണം എന്ന്. അപ്പോൾ അവിടെ നമ്മൾ വെറുതെ പ്ലെയിൻ ആയിട്ട് ഒരു ഉപദേശമായിട്ടല്ല പറയുന്നത്, എനിക്ക് തോന്നുന്നു എന്നൊരു ഫ്രേസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതേപോലെ ഇംഗ്ലീഷിലും നമ്മൾ യൂസ് ചെയ്യാറുള്ള കുറച്ച് ഫ്രേസസ് ഉണ്ട്. അതിലൊന്നാണ് ഈ കാണുന്നത്, ഐ തിങ്ക് യു ഷുഡ് സീ ദ ഡോക്ടർ. ഇങ്ങനെയും പറയാം, ഐ ബിലീവ് യു ഷുഡ് സീ ദ ഡോക്ടർ. ഇവിടെ നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഡോക്ടറെ കാണണം എന്ന്. ഇതേപോലെ പറയാവുന്ന മറ്റൊരു ഫ്രേസാണ് ഇൻ മൈ ഒപ്പീനിയൻ യു ഷുഡ് സീ ദ ഡോക്ടർ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. ഇപ്പോൾ നമ്മൾ കണ്ടു ഷുഡ് ഉപയോഗിച്ച് ഒരാളോട് എങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് ഉപദേശിക്കുന്നതെന്ന്. ഇനി ഒരു കാര്യം ചെയ്യരുത് എന്ന് ഉപദേശിക്കാനും നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, അവിടെ നമ്മൾ ഷുഡിൻ്റെ നെഗറ്റീവ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക അല്ലേ. ഷുഡിൻ്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഷുഡ് നോട്ട്. അതിൻ്റെ ഷോർട്ട് ഫോം ഷുഡിൻറ്റ് ആണ്. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങളിപ്പോൾ അവളെ വിളിക്കരുത്. ഇംഗ്ലീഷിൽ യു ഷുഡിൻറ്റ് കോൾ ഹെർ നൗ. ചെയ്യരുത് എന്നാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് യു ഷുഡിൻറ്റ് കോൾ ഹെർ നൗ എന്ന് പറഞ്ഞത്. ഇനി മറ്റൊരു ഉദാഹരണം, അയാൾ ആ പഴയ കാറ് വാങ്ങരുത്. അപ്പോൾ അതാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഹി ഷുഡിൻറ്റ് ബൈ ദറ്റ് ഓൾഡ് കാർ. ഇവിടെ നമ്മൾ ഷുഡിൻറ്റ് എന്ന നെഗറ്റീവ് ഫോമാണ് ഉപയോഗിച്ചതെങ്കിലും നമുക്കിവിടെയും ആ ഐ തിങ്ക് എന്ന ഫ്രേസ് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പതിവായിട്ട് കാണാറുള്ളൊരു തെറ്റാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഐ തിങ്ക് യു ഷുഡിൻറ്റ് കോൾ ഹെർ നൗ എന്ന് പറയരുത്, അത് തെറ്റാണ്. അവിടെ സെൻറ്റൻസ് കുറച്ചൊന്ന് മാറ്റേണ്ടി വരും. ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് കോൾ ഹെർ നൗ എന്നാണ് പറയേണ്ടത്. അതായത് നിങ്ങൾ അവളെ വിളിക്കരുതെന്ന് എനിക്ക് തോന്നുന്നു എന്നല്ല പറയേണ്ടത്, നിങ്ങൾ അവളെ വിളിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സെൻറ്റൻസ് നമ്മൾ മാറ്റേണ്ടി വരും. ഇനി ഷുഡിൻ്റെ മൂന്നാമത്തെ യൂസ്, മറ്റൊരാളോട് എന്തെങ്കിലും ഒരു ഉപദേശം തേടണമെങ്കിലും നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഷുഡ് എപ്പോഴും ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവിടെ വരുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് വി ഡു നൗ? ചോദ്യം, വാട്ട് ഷുഡ് വി ഡു നൗ? ഇനി മറ്റൊരു ചോദ്യം, നമ്മുടെ പ്ലാനിനെ പറ്റി നമ്മൾ അയാളോട് പറയണോ? അപ്പോൾ അതൊരു യെസ് അല്ലെങ്കിൽ നോ എന്നുത്തരം വരുന്ന തരം ഒരു ക്വസ്റ്റ്യനാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. ചോദ്യം എങ്ങനെ വരുന്നതെന്ന് നോക്കൂ. ഷുഡ് വി ടെൽ ഹിം അബൌട്ട് അവർ പ്ലാൻ? ഷുഡ് വി ടെൽ ഹിം അബൌട്ട് അവർ പ്ലാൻ? ഇനി ഷുഡിൻ്റെ നാലാമത്തെ യൂസ്, വേറൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം സജസ്റ്റ് ചെയ്യാൻ, അതായത് നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയാണ്, അവിടെ നമുക്ക് വേറൊരാളോട് പറയണം ഈ സ്വീറ്റ് ഒന്ന് കഴിച്ചു നോക്കൂ, ഇതിന് നല്ല സ്വാദുണ്ട് എന്ന്. ഇങ്ങനൊരു കാര്യം നമ്മളവിടെ അയാളോട് റെക്കമെൻഡ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഷുഡ് ഉപയോഗിച്ച് പറയാം യു ഷുഡ് ട്രൈ ദിസ് ഡിസേർട്ട്, ഇറ്റ്സ് ഡിലിഷ്യസ്. യു ഷുഡ് ട്രൈ ദിസ് ഡിസേർട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു ഉദാഹരണം, നമുക്കൊരാളോട് പറയണം നിങ്ങൾ പാരീസിലാണെങ്കിൽ ഐഫൽ ടവർ പോയി കാണണം. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണ്.
അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പറയാം യു ഷുഡ് വിസിറ്റ് ദി ഐഫൽ ടവർ ഇഫ് യു ആർ ഇൻ പാരീസ്. ഇതേപോലെ എന്തെങ്കിലും ഒരു ഓബ്ലിഗേഷനെ പറ്റി, അതായത് ഒരു കർത്തവ്യത്തെ പറ്റി, അത് നമ്മുടെ തന്നെ ഡ്യൂട്ടി ആവാം, അതിനെപ്പറ്റി പറയാനും നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ, വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. യു ഷുഡ് വെയർ ദ സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിംഗ്. ഇനി എൻ്റെ തന്നെ ഒരു ഡ്യൂട്ടിയെ പറ്റി ഞാൻ പറയുകയാണ്. ഇന്ന് എനിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഇതിനെപ്പറ്റി എനിക്ക് ബോധ്യമുണ്ട് ഇത് ചെയ്യേണ്ടതുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് ഐ ഷുഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ടുഡേ. ഐ ഷുഡ് സബ്മിറ്റ് ദ റിപ്പോർട്ട് ടുഡേ. ഇനി ഷുഡിൻ്റെ അടുത്ത യൂസാണ് നമ്മൾ ഈ കാണുന്നത്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യതയെ പറ്റി പറയുമ്പോൾ, അതായത് ഒരു കാര്യം നടക്കുന്നതിനുള്ള പ്രോബബിലിറ്റിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, സാധാരണഗതിയിൽ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം എന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഷുഡ് ഉപയോഗിച്ച് പറയാമെന്ന് നമുക്ക് എക്സാമ്പിൾസ് കണ്ട് മനസ്സിലാക്കാം. അതിഥികൾ ഉടനെ തന്നെ എത്തിച്ചേരേണ്ടതാണ്, അതായത് അങ്ങനെ ഒരു കാര്യം നടക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ദ ഗെസ്റ്റ് ഷുഡ് ബി ഹിയർ സൂൺ എന്നാണ്. ദ ഗെസ്റ്റ് ഷുഡ് ബി ഹിയർ സൂൺ. മറ്റൊരു ഉദാഹരണം, ഇതും നമ്മൾ പലപ്പോഴും പതിവായിട്ട് തന്നെ പറയാറുള്ള കാര്യമാണ്. കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ഇന്ന് മഴ പെയ്യേണ്ടതാണ്. അപ്പം എന്താ പറയുക? ഇറ്റ് ഷുഡ് ബി റെയിനിങ് ടുഡേ അക്കോർഡിംഗ് ടു ദ വെദർ ഫോർകാസ്റ്റ്. ഇനി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ലെങ്കിലും വളരെ കോമൺ ആയിട്ട് നമ്മൾ ഈ ഷുഡ് ഉപയോഗിക്കാറുള്ളൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തോട് എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ്, അല്ലെങ്കിൽ ഒരു ദേഷ്യം, അല്ലെങ്കിൽ അതെങ്ങനെ സംഭവിക്കും എന്നൊരു അത്ഭുതം ഒക്കെ പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മൾ ഷുഡ് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ആരെങ്കിലും നമ്മളോട് ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഞാനവിടെ ഉണ്ടായിരുന്നില്ല, എനിക്കെങ്ങനെ അറിയാം എന്ന്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഹൗ ഷുഡ് ഐ നോ? ഐ വാസ് ഇൻ ദെയർ. ഹൗ ഷുഡ് ഐ നോ? അപ്പോൾ പലപ്പോഴും ഡെയിലി ലൈഫിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ എന്തിനു നിങ്ങളോട് പറയണം എന്നായിരിക്കും മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുക വൈ ഷുഡ് ഐ ടെൽ യു. ഇവിടെ നമ്മൾ വൈ ഷുഡ് ഐ ടെൽ യു എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ എന്തിനാണ് നിന്നോട് പറയേണ്ടത്, അതിൻ്റെ കാരണം എന്താണ് എന്നറിയാനല്ല നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത്. പിന്നെയോ, ഞാനത് നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കുറച്ചൊരു അനിഷ്ടത്തോടെ പറയാനാണ് നമ്മളിവിടെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്. ഷുഡിൻ്റെ മറ്റൊരു യൂസാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ആരെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ശരിയായിട്ടുള്ളതല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഇതല്ല ചെയ്യേണ്ടത് മറ്റൊന്നാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാൻ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണ്, നാളെ നിനക്ക് പരീക്ഷയാണ്, നീ ഇപ്പോൾ പഠിക്കേണ്ടതാണ്, പക്ഷെ ആൾ കളിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് യു ഷുഡ് ബി സ്റ്റഡിയിങ് നൗ എന്നാണ്. ഇനി മറ്റൊരു ഉദാഹരണം, നാളെ നമുക്ക് യാത്രയുള്ളതാണ്, ഇന്നിപ്പോൾ കുറേ വൈകി, എന്നിട്ടും സൂട്ട് കേസ് ഒന്നും പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ വൈകി പോകുന്നതിനോട് നമുക്കത്ര യോജിപ്പില്ല. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് ടു ലേറ്റ്, വി ഷുഡ് ബി പാക്കിംഗ് അവർ സൂട്ട് കേസസ് നൗ. വി ഷുഡ് ബി പാക്കിംഗ് ദി സൂട്ട് കേസസ് നൗ. ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ എങ്ങനെയാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യാമെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഖേദത്തോടെ പറയാൻ, അതായത് റിഗ്രറ്റ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുക എന്നാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഷുഡ് അല്ല, ഷുഡ് ഹാവ് ആണ്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസ് നോക്കാം. നീ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് കുറച്ച് ഖേദത്തോടെ പറയുകയാണ്. അപ്പോൾ എങ്ങനെ പറയുന്നത് നോക്കൂ, യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ. യു ഷുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തത് ബീൻ എന്ന വാക്കാണ്. ബീൻ എന്ന് പറയുന്നത് ബിയുടെ മൂന്നാമത്തെ വേർബ് ഫോമാണ്, V3 ഫോമാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പോൾ മനസ്സിലാക്കുക, ഷുഡ് ഹാവ് കഴിഞ്ഞ് വരുന്നത് അവിടുത്തെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോമായിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഞാൻ നിന്നോട് പറയരുതായിരുന്നു. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യാണ്, പറയരുതായിരുന്നു എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഷുഡ് അല്ല യൂസ് ചെയ്യുക, ഷുഡിൻ്റെ നെഗറ്റീവ് ഫോമാണ്. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് വരുന്നത്? ഐ ഷുഡിൻറ്റ് ഹാവ് ടോൾഡ് യു. ഐ ഷുഡിൻറ്റ് ഹാവ് കഴിഞ്ഞ് വന്നത് എന്താണ്? ടോൾഡ്. ടെൽ എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ടോൾഡ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, ബസ് 10 മിനിറ്റ് മുൻപേ വരേണ്ടതായിരുന്നു. വന്നോ? വന്നില്ല. പക്ഷെ ഇങ്ങനെയാണ് വരേണ്ടിയിരുന്നത്. എന്താ പറയുക? ദ ബസ് ഷുഡ് ഹാവ് അറൈവ്ഡ് 10 minutes ago. കണ്ടോ, ഷുഡ് ഹാവ് കഴിഞ്ഞ് വന്നത് അറൈവ് എന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. ദ ബസ് ഷുഡ് ഹാവ് അറൈവ്ഡ്. ഇനി നമുക്ക് ഷാൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പോൾ തീർച്ചയായും ഷുഡിൻ്റെ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നല്ല ഷാൽ.
എങ്കിലും ഷാലിന് അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെങ്കിലും ഒരു കാര്യം നിർദ്ദേശിക്കുക. പക്ഷേ ഇവിടെ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഷാൽ വരുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പറയണം, അപ്പോൾ നമുക്ക് മീറ്റിംഗ് തുടങ്ങിയാലോ എന്ന്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ മീറ്റിംഗ് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ നടത്തുന്നത്, എന്നോടൊപ്പം ഒരാൾ അല്ലെങ്കിൽ കുറച്ചധികം പേരുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ഒന്നിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ചെയ്താലോ എന്ന് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഷാൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഷാൽ വി ബിഗിൻ ദ മീറ്റിംഗ്? കേട്ടോ, ഷാൽ വി ബിഗിൻ ദ മീറ്റിംഗ്. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നമുക്കൊരു സിനിമ കണ്ടാലോ? ഷാൽ വി ഗോ ടു ദ സിനിമ ദിസ് ഈവനിങ്? ഇനി ഷാൽ എന്ന മോഡൽ വേർബിൻ്റെ രണ്ടാമത്തെ യൂസ്, വേറൊരാൾക്ക് ഒരു സഹായം ഓഫർ ചെയ്യാൻ, ഇങ്ങനെ ഒരു സഹായം ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കാൻ നമുക്ക് ഷാൽ എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവിടെയും ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഷാൽ വരുന്നത്. ഉദാഹരണത്തിന്, ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ? ഷാൽ ഐ ഹെൽപ്പ് യു? ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചായ എടുക്കട്ടെ? ഷാൽ ഐ ഗെറ്റ് യു സം ടീ? ഷാൽ ഐ ഗെറ്റ് യു സം ടീ? ഇനി ഷാലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട യൂസാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യാൻ നമുക്ക് ഷാലിൻ്റെ ആവശ്യം വരാറുണ്ട്. എപ്പോഴാണ് നമ്മൾ ഈ ഷാലിനെ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ടാഗ്സ് ഫോം ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ സെൻറ്റൻസ് നോക്കൂ. നമ്മൾ ഓഫീസിൽ പറയാണ്, നമുക്ക് ജോലി തുടങ്ങിയാലോ? അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ലെറ്റ്സ് ഗെറ്റ് ടു വർക്ക്. ലെറ്റ്സ് ഗെറ്റ് ടു വർക്ക്. കണ്ടോ, ലെറ്റസിൻ്റെ ഷോർട്ട് ഫോമാണ് ലെറ്റ്സ്. ഇപ്പോൾ ഒരു കാര്യം ചെയ്താലോ എന്ന് പറയാനാണ് നമ്മൾ ഈ ലെറ്റ്സ് എന്ന് വെച്ച് സെൻറ്റൻസ് തുടങ്ങിയത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഷാൽ വി എന്ന ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതായത് എപ്പോഴെല്ലാം നമ്മളൊരു നിർദ്ദേശം, ഒരു സജഷൻ ലെറ്റ്സ് എന്നത് വെച്ച് തുടങ്ങുന്നുണ്ടോ അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുക ഷാലാണ്. ഷാൽ വി എന്നാണ് നമ്മൾ പറയുക. മറ്റൊരു ഉദാഹരണം നോക്കാം. ലെറ്റ്സ് ഗോ ഹോം. ഷാൽ വി? നമുക്ക് വീട്ടിൽ പോയാലോ? അവിടെയും ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ വി ആണ്. നിങ്ങളിപ്പോൾ കുറച്ച് പേരെങ്കിലും ചിന്തിച്ച് കാണും, നമ്മൾ ഈ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഷാലും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. തീർച്ചയായും പറ്റും. പക്ഷേ ഷാലും വില്ലും ഇങ്ങനെ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ യൂസ് ചെയ്യുന്ന രീതികൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതാണ് ഞാനീ പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നടക്കും എന്നുള്ളത് ഒരു പ്ലെയിൻ ഫാക്റ്റായിട്ട്, ഒരു വസ്തുത എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കും എന്ന് ഡിറ്റർമിനേഷനോട് കൂടി, ദൃഢനിശ്ചയത്തോടു കൂടിയൊക്കെ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ കാര്യം പറയുന്നതെന്നുള്ളതിനനുസരിച്ചിരിക്കും വില്ലാണോ ഷാലാണോ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഐ, വി എന്നീ രണ്ട് വാക്കുകളുടെ കൂടെ എന്തെങ്കിലും ഒരു കാര്യം ഭാവിയിൽ നടക്കും എന്നൊരു പ്ലെയിൻ ഫാക്റ്റായിട്ട് പറയണമെങ്കിൽ അവിടെ നമ്മൾ ഷാലാണ് ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, നാളെ ഞാൻ ഡൽഹിയിലായിരിക്കും. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു ഡിറ്റർമിനേഷൻ്റെ ഒന്നും കാര്യമില്ല അല്ലേ, അതൊരു പ്ലെയിൻ ഫാക്റ്റായിട്ട് പറയുകയാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുക ഷാലാണ്. ഐ ഷാൽ ബി ഇൻ ഡൽഹി ടുമോറോ. അതുപോലെ വി ഷാൽ ബി ദെയർ അറ്റ് 7. നാളെ 7 മണിക്ക് ഞങ്ങളിവിടെ ഉണ്ടായിരിക്കും. നേരെ മറിച്ച് ഹി, ഷീ, ദേ, യു, ഇറ്റ് ഈ വാക്കുകളുടെ കൂടെ എന്തെങ്കിലും ഒരു കാര്യം ഭാവിയിൽ നടക്കുമെന്ന് ഒരു പ്ലെയിൻ ഫാക്റ്റായിട്ട് പറയണമെങ്കിൽ അവിടെ നമ്മൾ വിൽ ആണ് യൂസ് ചെയ്യുക. അപ്പം അതിനൊരു ഉദാഹരണം, അവർ എത്താൻ വൈകും എന്ന് പറയാൻ ദേ വിൽ അറൈവ് ലേറ്റ് എന്നാണ് ഞാൻ പറയുക. ദേ ഷാൽ അറൈവ് ലേറ്റ് അല്ല, ദേ വിൽ അറൈവ് ലേറ്റ്. മറ്റൊന്ന്, നിങ്ങൾ ആ ഓഫീസ് 1ാം നിലയിൽ കാണും എന്ന് പറയണമെങ്കിൽ യു വിൽ ഫൈൻഡ് ദി ഓഫീസ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. യു വിൽ ഫൈൻഡ് ദി ഓഫീസ് ഓൺ ദ ഫസ്റ്റ് ഫ്ലോർ. മുൻപ് ഞാൻ പറഞ്ഞൊരു സെൻറ്റൻസ് ഓർമ്മയുണ്ടല്ലോ, ഐ ഷാൽ ബി ഇൻ ഡൽഹി ടുമോറോ. ഞാൻ നാളെ ഡൽഹിയിലായിരിക്കും. ഇതെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കി പറയുക? ഞാൻ നാളെ ഡൽഹിയിലായിരിക്കില്ല എന്ന് പറയാൻ ഐ ഷാൽ നോട്ട് ബി ഇൻ ഡൽഹി ടുമോറോ എന്ന് പറയണം. അപ്പോൾ ഷാൽ എന്നുള്ളത് ഷാൽ നോട്ടായി. ഇനി എങ്ങനെയാണ് ഈ ഷാൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോം നമ്മൾ പറയാൻ സാധിക്കുമോ? പറ്റും. ഷാൽ നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഷാൻഡ്. അപ്പോൾ ഐ ഷാൻഡ് ബി ഇൻ ഡൽഹി ടുമോറോ എന്ന് പറയാം. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഈ ഷാൻഡ് എന്നുള്ളത് ഒരിക്കലും അങ്ങനെ എഴുതി കാണാറ് തന്നെയില്ല. വളരെ റെയറാണ്. ഫോർമൽ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ഷാൻഡ് എന്നൊക്കെ എഴുതുക. സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരു പക്ഷേ നമ്മൾ ഉപയോഗിച്ചേക്കാം. അപ്പോൾ അത് എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ, SHAN'. ഇനി നമ്മൾ നോക്കുന്നത് ഈ വില്ലും ഷാലും ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രീതിയാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കുമെന്ന് ദൃഢനിശ്ചയത്തോടെ, ഡിറ്റർമിനേഷനോട് കൂടെയൊക്കെ പറയണമെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് ഈ വില്ലും ഷാലും യൂസ് ചെയ്യുകയെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഐയുടെയും വിയുടെയും കൂടെ യൂസ് ചെയ്യുക വിൽ ആണ്. ഉദാഹരണത്തിന്, എന്ത് സംഭവിച്ചാലും ഞാനവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു ഡിറ്റർമിനേഷൻ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ, ദൃഢനിശ്ചയത്തോടെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വില്ലാണ് ഐയുടെ കൂടെ.
ഐ വിൽ ബി there whatever happens. ഐ വിൽ ബി there whatever happens. മറ്റൊന്ന്, ഞങ്ങൾ ഇന്നത്തെ മാച്ച് ജയിച്ചിരിക്കും. വി വിൽ വിൻ ടുഡേയ്സ് മാച്ച്. ദൃഢനിശ്ചയത്തോടെയാണ് പറയുന്നത്. വി വിൽ വിൻ ടുഡേയ്സ് മാച്ച്. എന്നാൽ സെൻറ്റൻസിലെ സബ്ജക്റ്റ് കർത്താവ് ഹീ ഷീ യു ദേ ഇറ്റ് ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ അവിടെ ദൃഢനിശ്ചയത്തോടു കൂടെയാണ് പറയുന്നതെന്ന് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുക ഷാൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, ഇത് നടന്നിരിക്കും. അപ്പോൾ ഇറ്റ് ഷാൽ ബി ഡൺ എന്നാണ് പറയുക. ഇറ്റ് ഷാൽ ബി ഡൺ. മറ്റൊന്ന്, നിങ്ങൾ ഇതിന് ഖേദിച്ചിരിക്കും. ഇവിടെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു ത്രെറ്റ്, ഒരു ഭീഷണിയുടെ സ്വരം അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് യു ഷാൽ ബി സോറി ഫോർ ദിസ്. യു വിൽ ബി അല്ല, യു ഷാൽ ബി സോറി ഫോർ ദിസ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് വില്ലും ഷാലും തമ്മിലുള്ള ഗ്രാമാറ്റിക്കലായിട്ടുള്ള ഡിഫറൻസിനെ പറ്റിയാണ്. പക്ഷേ മോഡേൺ ഇംഗ്ലീഷിൽ, പ്രത്യേകിച്ച് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വില്ലും ഷാലും തമ്മിൽ പ്രത്യേകിച്ച് ഒരു തരംതിരിവൊന്നും ഇപ്പോൾ നമ്മളങ്ങനെ കാണിക്കാറില്ല. മിക്കവാറും എല്ലാ കോണ്ടെക്സ്റ്റിലും വിൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റിലും ഡോക്യുമെൻറ്റ്സിലും എല്ലാം നമ്മൾ ഷാൽ എന്ന വാക്കാണ് കാണാറുള്ളത്. അപ്പോൾ ഈ റെൻറ്റിൻ്റെയൊക്കെ കോൺട്രാക്റ്റിൽ നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് പലപ്പോഴും കാണാറുണ്ട്. ദ ടെനൻറ്റ് ഷാൽ പേ ദ റെൻറ്റ് ഓൺ എ ഫസ്റ്റ് ഓഫ് എവ്രി മന്ത്. ദ ടെനൻറ്റ് ഷാൽ പേ ദ റെൻറ്റ്. അതായത് വാടകക്കാരൻ എല്ലാ മാസവും 1-ാം തീയതി വാടക കൊടുത്തിരിക്കണം എന്നാണ് ഈ പറയുന്നത്. അവിടെ ഷുഡല്ല ഷാലാണ് യൂസ് ചെയ്തത്. ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും, മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഒരു ഐഡിയ എനിക്ക് കിട്ടാനാണ് ഞാനിങ്ങനെ ഈ ഷോർട്ട് ക്വിസ് തരുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ശരിക്കും വായിച്ചു നോക്കൂ. എന്നിട്ട് ഞാൻ ഓപ്ഷൻസ് തരുന്നുണ്ട്. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ മൈ ഒപ്പീനിയൻ യൂസ് ഫേസ്ബുക്ക് അനദർ ഹോട്ടൽ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വേറൊരു ഹോട്ടൽ ബുക്ക് ചെയ്യണം. ഓപ്ഷൻസ് നോക്കൂ. ഷാൽ, ഷുഡ്, ഷുഡ് ഹാവ്. അടുത്ത ക്വസ്റ്റ്യൻ, യു സ്പേസ് മീ ഏർലിയർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് നീ എന്നോട് നേരത്തെ പറയണമായിരുന്നു എന്നാണ്. ഓപ്ഷൻസ് ഷുഡ് ടെൽ, ഷുഡ് ഹാവ് ടോൾഡ്, ഷുഡ് ടോൾഡ്. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.